ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്നൊരു പരിഞ്ഞിൽ പീരയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, എത്ര മനോഹരവും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പരിഞ്ഞിൽ പീരയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 സ്പൂൺ, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒരു ചെറിയ കഷ്ണം വീതം, അതേപോലെ പച്ചമുളക് ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്, അതേപോലെ ചുവന്നുള്ളി ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആ മീൻ പീര വൃത്തിയാക്കിയതും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുകിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? മീൻ പീരയല്ല, പരിഞ്ഞിലെന്നാണോ പറയുന്നത്? മീനിൻ്റെ മുട്ടയ്ക്ക് എന്താ പറയുക? നമ്മുടെ നാട്ടിലൊക്കെ പരിഞ്ഞിലെന്നാണ് പറയുക. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഈ മിക്സ് തയ്യാറാക്കിയിട്ട് പിന്നെ പാനിനകത്തോട്ട് നമ്മൾ വാഴയില വെക്കും. വാഴയില വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മീൻ പീര ഇട്ടിട്ട് അതിനെ കവർ ചെയ്തൊരു വാഴയിലയും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഒരു വെയിറ്റ് എടുത്ത് വെക്കും. നമ്മൾ അടയുണ്ടാക്കില്ല, അതേപോലെയാണ് തയ്യാറാക്കുക. അമ്മ എങ്ങനെയാണ് തയ്യാറാക്കുക? അമ്മയും കുഞ്ഞമ്മമാരും എല്ലാം അങ്ങനെ തന്നെയാണ് തയ്യാറാക്കുക. പക്ഷേ ഇവിടെ വാഴയില ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ തയ്യാറാക്കുകയാണ്. പക്ഷേ ആ വാഴയില തയ്യാറാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. എങ്കിലും നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ തയ്യാറാക്കാം. വാഴയില വാങ്ങണമെങ്കിൽ ഇനി ലുലു പോകണം, ഇനി അതൊക്കെ ഇത്തിരി ദൂരമാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയാണ്, കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മിക്സും കൂടി ഇതിലേക്കിട്ട് അടച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ അങ്ങനെ അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിന്ന് ക്യാമറ ഇന്ന് എൻ്റെ കയ്യിൽ തന്നെയാണ്, അതുകൊണ്ട് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട്. കിച്ചണകത്ത് മൊത്തം മിക്കവാറും കാണുന്ന സ്ഥിതിയാണ്. ചെറിയ വീഡിയോസൊക്കെ ആകുമ്പോൾ ഒരു മടിയാണ് സ്റ്റാൻഡിൽ വയ്ക്കാൻ. പെട്ടെന്ന് അങ്ങ് എടുത്ത് കഴിയാമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ മീൻ പീര എല്ലാം വേകാറായിട്ടുണ്ട്. ഇനി അല്പസമയം കൂടി അടച്ചു വയ്ക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്താണ് മീൻ പീരയിലെ പരിഞ്ഞിലിന് പറയുന്നത് എന്താണെന്നൊന്ന് കമൻ്റ് ഇട്ടേക്കുക. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ വാഴയിലക്കകത്ത് വെച്ച്, നാട്ടിലുള്ളവരെല്ലാവരും വാഴയില വെച്ച് തന്നെ തയ്യാറാക്കിയാൽ മതി. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. എൻ്റെ മക്കളെ, ഇതുപോലൊന്നും അല്ല, ഇതൊക്കെ വെറും ചെറിയ ഐറ്റംസ്. വാഴയില അട പോലെ തയ്യാറാക്കി നിങ്ങൾ കഴിക്കുക. വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റ് ഒക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കമൻ്റ് ഇട്ടേക്കുക, ഏതായിരുന്നു ടേസ്റ്റ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.